പിണറായിക്കും സംഘത്തിനും കനത്ത തിരിച്ചടിയാണ്. ഒരുപാട് സി പി എമ്മിൻ്റെ നേതാക്കളാണ് ബി ജെ പിക്ക് പോയത്. ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണം കൂടിയുണ്ട്, അതും ഞാൻ പ്ലേ ചെയ്തുതരാം. ആരൊക്കെയാണ് ഇന്ന് സി പി എമ്മിൽ നിന്ന് ബി ജെ പിക്ക് പോയത്, എന്താണ് അതിൻ്റെ കാരണം അവർ പറയുന്നത്, അതും ഞാൻ സൈഡിൽ വെച്ച് തരാം. ഓക്കെ, അതിനു മുമ്പ് പിണറായി വിജയനോടൊരു കാര്യം പറയുകയാണ്. പിണറായി വിജയനും സംഘത്തിനും ദൈവത്തിൽ വിശ്വാസമില്ല, അവറ്റകൾ നിരീശ്വരവാദികളാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. അധികാരത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കും, അധികാരത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും ഞങ്ങൾ കൊലപ്പെടുത്തും. അങ്ങനെയാണ് അവറ്റകൾ ചിന്തിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇത്തിരിയെങ്കിലും ദൈവവിശ്വാസമുള്ള ഒരാൾ നമ്മുടെ രാഹുലിൻ്റെ ജീവിതം വെച്ച് കളിക്കോ? റിണി എന്ന ഒരു ചെറുപ്പക്കാരിയെ കളത്തിൽ ഇറക്കിക്കൊണ്ട് കുറേ ആരോപണം പറയിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? രാഹുൽ അല്ലെങ്കിൽ ഷാഫിയെ കോൺഗ്രസിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കണം. അതിനുവേണ്ടി പിണറായിയും സംഘവും വലിയൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണ്. ആദ്യം അവർ വിചാരിച്ചത് ഷാഫിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം. അതിനുവേണ്ടി കാഫിർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ കാഫിർ വിവാദം അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. പക്ഷെ നടന്നില്ല. ഷാഫിയെ എങ്ങനെയെങ്കിലും, അതായത് ഇവറ്റകൾ പഠിച്ച 18ൻ്റെ പണി നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് അതിനുശേഷം രാഹുലിൻ്റെ പിന്നിൽ ഇവറ്റകൾ നടന്നു. പാവം നമ്മുടെ രാഹുലിനെ ഒരു പെണ്ണ് ചതിക്കുകയായിരുന്നു, അത് ഇവറ്റകൾ മുതലാക്കുന്നു. നമ്മുടെ രാഹുലിനെ കള്ളക്കേസിൽ പെടുത്തുകയാണ്. നമ്മുടെ രാഹുലിൻ്റെ ജീവിതം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി വീഡിയോയുടെ അവസാനം ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ രാഹുൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാനുള്ള ചെറിയ ഒരു സാധ്യത ഉണ്ട്. എന്താണ് ആ സാധ്യത, എവിടെ നിന്നാണ് ആ ഇൻഫർമേഷൻ കിട്ടിയത്, അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം. ഓക്കെ, സാജി ചെറിയാൻ്റെ മണ്ഡലത്തിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ട്. മാണാർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് നൽകി സി പി എം അംഗങ്ങൾ. ഓക്കെ, അതായത് സി പി എമ്മിന് വോട്ടിടുന്ന ചിലർ ഇത് കണ്ടാൽ മതി, പോകുന്നത് ബി ജെ പിക്കാണ്. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വർഗീയത വരുന്നുണ്ട്, മറ്റത് വരുന്നുണ്ട്, മറിച്ചത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവറ്റകളെ നിങ്ങൾ വിജയിപ്പിച്ചാൽ, സി പി എമ്മിനെ നിങ്ങൾ വിജയിപ്പിച്ചാൽ വോട്ടിടുന്നത് ബി ജെ പിക്കാണ്. അവർ നമ്മളിപ്പോൾ സി പി എമ്മിൽ വിജയിപ്പിക്കും, അതിനുശേഷം വലിയ മന്ത്രി ആയതിനു ശേഷം അവറ്റകൾ ബി ജെ പിക്ക് പോവുകയാണ്. എന്താ അല്ലേ നാണവും മാനവും ഇല്ലാത്തത്. അതിനുശേഷം ബി ജെ പിക്ക് പോയ മഹാനാണ് റെജി ലൂക്കോസ്. നിങ്ങൾക്കറിയാൻ പറ്റും, ഇന്നലെ വരെ ചാനൽ ചർച്ചയിൽ പിണറായി വിജയൻ മഹാനെന്നും പിണറായി വിജയൻ വലിയൊരു സംഭവമെന്നും പിണറായി ഇല്ലെങ്കിൽ ഈ ലോകം ഇല്ല എന്നും പറഞ്ഞ മനുഷ്യനാണ് ഇന്ന് ബി ജെ പിക്ക് പോയത്. എങ്ങനെ ഇരിക്കണ്? അതാണ് പിണറായി വിജയൻ, ദൈവത്തിൻ്റെ പവർ. എന്താണ് ചങ്ങായി ബി ജെ പിക്ക് പോയതിന് ശേഷം അതിൻ്റെ കാരണം പറയുന്നത്, അത് ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം 100K ആവാൻ കുറച്ചാണുള്ളത്. നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, വേറെ ആരാണ്? അതായത് കോൺഗ്രസ്സുകാരെ, നിങ്ങളും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, വേറെ ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ട് 100K ആവാൻ കുറച്ചേ ഉള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണേ. ഓക്കെ, നമുക്ക് എന്തായാലും എന്താണ് ചങ്ങായി ബി ജെ പിക്ക് പോകാനുള്ള കാരണം അതൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വികസനം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇനി നമുക്ക് വേണ്ടത്, പണ്ട് ബി ജെ പിയെക്കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെൻറ്റേഷനും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനെ നയിക്കുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ. അല്ല എൻ്റെ പൊന്നാര റെജി ലൂക്കോസ്, എന്തായി ചങ്ങായിൻ്റെ പേര്? ഇവനോടൊരു കാര്യം പറയുകയാണ്. ഇന്നലെ വരെ നീ ചാനൽ ചർച്ചയിൽ പറഞ്ഞതെന്താണ്? ഞങ്ങളുടെ സി പി എം ആണ്, ഞങ്ങളുടെ പിണറായി വിജയനാണ്. ഇപ്പോൾ എന്താണ് ഇങ്ങനെയായത്? അതായത് സി പി എമ്മിനെ നിങ്ങൾ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു 10 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും. അവർ പൈസയ്ക്ക് വേണ്ടി കളിക്കുന്ന തെമ്മാടികളാണ്. ഈ ചങ്ങായി ഇന്നലെ വരെ ചർച്ചയിൽ പറഞ്ഞത് പിണറായി വിജയൻ 3ാമത് അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയൻ വലിയൊരു സംഭവമെന്നാണ് ഇവൻ പറഞ്ഞത്. ഇന്ന് ആരോ ഒരു 10 ലക്ഷം കൊടുത്ത് പറഞ്ഞത് ബി ജെ പിക്ക് വാടാ, അപ്പോൾ ബി ജെ പിക്ക് പോവുകയാണ്. തെമ്മാടി. നല്ല, നമുക്കിത് പിണറായിക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. നിങ്ങൾ പറയും ഇവൻ ബി ജെ പിക്ക് പോയാൽ എന്താണ് നഷ്ടം? വാർത്തയായി കഴിഞ്ഞാൽ സി പി എമ്മിന് വോട്ട് കുറയും. ഇതാണ് ദൈവത്തിൻ്റെ കളിയാണ് മക്കളെ. സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ രാഹുലിനെ ചതിച്ചത് കൊണ്ട് അവറ്റകൾ, അതായത് ഈ ലോകത്ത് തന്നെ ഏതൊരു പാർട്ടിയും തോക്കാത്ത ഒരു രീതിയിലാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പിൽ 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, ഒരു 30 സീറ്റ് ഇവറ്റകൾ കിട്ടരുതേ എന്നാണ് ഞാൻ പേഴ്സണലി പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, നമുക്ക് ലൊക്കോസ് കുറച്ചും കൂടി പറയുന്നുണ്ട്, നമുക്കതെന്തായാലും മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കാം. ഓക്കെ,
കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ BJPയിലേക്ക് ക്ഷണിച്ചു. എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി, ഷാളിട്ട് അണിയിച്ചു. ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി. കേരളത്തിൻ്റെ ഭരണം കേരളത്തിൽ കയ്യേറാതെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്. നിങ്ങളതിനെ പ്രതികരിക്കുന്നത്. രസകരമായിട്ടുള്ള അടുത്തൊരു പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. ഇനിയാണ് മക്കളെ കോമഡി. ഓക്കെ, സ്വന്തം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പരസ്യ പ്രവർത്തനം. തിരുവനന്തപുരത്ത് 3 നേതാക്കൾക്കെതിരെ BJP നടപടി. അതായത് BJPയിൽ നിന്ന് BJPക്കാർ പണിയുകയാണ്. ഒരു എക്സാമ്പിൾ പറയുന്നു, ഞാൻ BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒപ്പം നിൽക്കുന്നവൻ പണിയുന്നു എന്നാണ്. ഇതാണ് BJP. ഈ പാർട്ടിക്കാണ് പോകുന്നത് CPM. എങ്ങനെ ഇരിക്കണം, കോമഡിയായി. ഓക്കെ, നമുക്കെന്തായാലും ഗ്ലൂക്കോസിൻ്റെ ഇന്നലെ ചർച്ചയിൽ നമ്മുടെ റിപ്പോർട്ടറിൻ്റെ സ്മൃതി ചോദിക്കുന്നു, എന്താണ് ഇപ്പോൾ, അതായത് കഴിഞ്ഞ ആഴ്ച സ്മൃതിയോട് മത്സരിച്ച ആളാണ് ഈ ഗ്ലൂക്കോസ്. അതായത് സ്മൃതിയോട് പറയുകയാണ് പിണറായി വിജയൻ നല്ലവനാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്. അപ്പോൾ നമ്മുടെ സ്മൃതി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഗ്ലൂക്കോസിനോട്. ഞാൻ CPM സഹയാത്രികനായി തുടർന്ന കാലത്തോളം ആ പാർട്ടിയുടെ നീതി കാണിച്ചിട്ടുണ്ടെന്ന വിശ്വാസം എനിക്ക്. അതായത് മനസ്സിൽ മോദിജിയും പുറത്ത് പിണറായിജിയും പറഞ്ഞു അല്ലേ? ഒരിക്കലും അല്ല. അതൊക്കെ സ്മൃതിയുടെ ഞാൻ ചോദിച്ചതാണ്, എപ്പോഴാണ് അങ്ങേക്ക് തോന്നിയത്, ഏത് നിമിഷമാണ് തോന്നിയതെന്നാണ് ചോദിച്ചത്. അങ്ങനത്തെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ തോന്നിയതല്ല, അങ്ങ് കുറച്ചു കാലമായി ആലോചിക്കുന്നതാണല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ സ്മൃതി എന്റെ അടുത്ത് പറയരുത്. കേൾക്കുന്ന ഞാൻ അടിസ്ഥാനപരമായിട്ട് കള്ളം പറയാത്ത ഒരാൾ മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു താരതമ്യം ആവശ്യമാണ് മനുഷ്യന്. അതിപ്പോ ഏത് മനുഷ്യനും ഉണ്ടാവും. ചില കാഴ്ചകൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ കേട്ടതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് അതിന് സത്യം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റിയലൈസേഷൻ ഉണ്ട്. അപ്പൊ ഡെവലപ്മെന്റ്സ് ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അത് ഇല്ല നുണയെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ നേരിട്ട് കണ്ട കാര്യങ്ങൾ എങ്ങനെ നുണയെന്ന് പറയുന്നത്? പല വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വിദേശ രാജ്യത്തെ കാര്യം അങ്ങ് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അത് CPM സഹയാത്രികനായിരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിദേശയാത്രകളെ കുറിച്ച്, വിദേശയാത്രകളുടെ വികസന കാഴ്ചകളെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫോൺ സംഭാഷണം വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അതായത് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ CPMലായാലും BJPയിലായാലും കോൺഗ്രസ്സിലായാലും നമ്മൾ വോട്ടിട്ട് വിജയിപ്പിച്ചതിന് ശേഷം അവർ പാർട്ടി മാറുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തെറ്റ് എന്നേ ഞാൻ പറയും. ഓക്കെ, കാരണം ഇപ്പോൾ പിണറായിക്ക് ദൈവം കൊടുത്തതാണ്. ഇത് നന്നായി. ഒരു കാര്യം ഞാൻ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്. നമ്മളിപ്പോൾ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ BJPയെ നമ്മൾ വോട്ടിട്ട് വിജയിപ്പിച്ചതിന് ശേഷം അവർ പാർട്ടി മാറുന്നു എന്ന് പറയുന്നത് നമ്മളെ പൊട്ടന്മാരാക്കുന്നതല്ലേ, ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതല്ലേ. ആരായാലും ഏത് പാർട്ടിയിലായാലും ജയിച്ചാൽ അതേ പാർട്ടിയിൽ നിലനിൽക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം നമ്മളാണ് വോട്ടിട്ട് അവരെ വിജയിപ്പിക്കുന്നത്. അതിനുശേഷം ഇവറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. എന്തർത്ഥമാണുള്ളത്? ഈ ചങ്ങായി പോയത് നന്നായി, ദൈവമാണ് കൊടുത്തത് പിണറായിക്ക്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വെക്കുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. K. സുരേന്ദ്രനും കൃഷ്ണകുമാറും പാലക്കാടിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് വാർത്തയായി. അപ്പോൾ BJPയുടെ ഒരു നേതാവ് മാധ്യമ ന്യൂസിന് വിളിച്ച് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ വാർത്ത കൊടുത്തത്? എൻ്റെ പേരും കൂടി എന്തുകൊണ്ട് കൊടുത്തൂടാ? നിങ്ങൾക്ക് ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഹലോ, നമസ്കാരം. സാർ, ഇന്നൊരു വാർത്ത കണ്ടിരുന്നേ. വട്ടിയൂർക്കാവില് സുരേന്ദ്രനും മറ്റേ കൃഷ്ണകുമാറും തമ്മില് സീറ്റിന് വേണ്ടി വടംവലി എന്ന് പറഞ്ഞോണ്ടേ. ഇന്നോ? ആ, മാതൃഭൂമിയിലാണോ? മാതൃഭൂമി ചാനലിൽ കണ്ടു. പറഞ്ഞോളൂ. അപ്പോഴും ഞാനും വട്ടിയൂർക്കാവില്, എന്റെ പേര് വിനോദ് കാർത്തിക എന്നാ. ഞാൻ വട്ടിയൂർക്കാവില് കുറെ നാളുടെ സ്ഥാനത്ത് നിൽക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ഥാനാർത്ഥിയാവാൻ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് എന്നെ മാത്രം ഒഴിവാക്കുന്നത് മോശമല്ലേ? ഞാൻ BJP. പിന്നെ വിനോദ് കാർത്തിക. ആ, ഞാൻ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ രണ്ടുപേരെ പേര് പറയുമ്പോൾ എന്നെ ഒഴിവാക്കുന്നത് മോശമല്ലേ? അടുത്ത വാർത്ത എന്റെ പേര് പറയണേ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വട്ടിയൂർക്കാവ് തന്നെ, ജംഗ്ഷനില്, ബസ് സ്റ്റോപ്പിന്റെ ബാക്കില്. ബസ് സ്റ്റോപ്പിന്റെ ബാക്കില്. ആ, BJP കാരനാണ്. അയ്യോ, സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതല്ലേ.
ഉണ്ടല്ലേ? ആ അതിപ്പോ എന്റെ വീട് പറയണം, അല്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടില്ല. ആ ശരി സാറേ, നന്ദിയുണ്ട് സാറേ. സത്യം പറഞ്ഞാൽ ചിരിയാണ് ഈ ഒരു ഫോൺ സംഭാഷണം കേട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ആയെങ്കിലും CPM-ൻ്റെ ആയെങ്കിലും പിന്നെയെങ്കിലും നമുക്ക് പോട്ടെ എന്ന് വെക്കാം. ഓക്കെ, അത് വിളിച്ച് പറയുകയാണ് BJP-യിൽ എനിക്ക് മത്സരിക്കണം, എൻ്റെ പേര് പറയണം, ജയിക്കോ. 2026 വലിയൊരു കോമഡി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, അധികാരത്തിനുള്ള മോഹം, അല്ലാതെ പിന്നെന്താണ്. വാർത്ത വരികയാണ്, പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നെങ്കിൽ സുരേന്ദ്രൻ മത്സരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ, അതായത് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും. അപ്പോൾ BJP അവിടെ എതിരാളിയായി കൊണ്ടുവരുന്നത് സുരേന്ദ്രൻ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെയാണ്. അങ്ങനെയാണ് മിഞ്ഞാന്ന് വാർത്ത വന്നത്. ഇന്നാണ് ഉണ്ണിമുകുന്ദൻ്റെ വാർത്ത വന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP-യുടെ ഒരു നേതാവല്ല, ഒരു ലോക്കലായ ഒരു ചങ്ങായി വിളിച്ച് പറയുകയാണ്, എൻ്റെ പേരും കൂടി പറയാതെ എന്താ ഞാനും അവിടെ പോയി മത്സരിക്കുമെന്ന്. നാണമുണ്ടോ ഇവറ്റകൾക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരമോഹം മാത്രമാണ്. അധികാരത്തിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും കൊല്ലും, അത്രക്കും വൃത്തികെട്ടവരാണ്. ഓക്കെ, പിന്നെ LDF-ൻ്റെ സഖാക്കൾ എന്നോട് ചെയ്ത ഒരു ക്രൂരത. ഓക്കെ, ഞാനൊരു കാര്യം പറയുകയാണ്, എന്നോട് സഖാക്കൾ ചെയ്തൊരു ക്രൂരത. അതായത് ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ദിവസം വൈകും. അങ്ങനെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സഖാക്കളുടെ തെറി, അതായത് പേഴ്സണലിൽ മെസ്സേജ് അയച്ച് പറയുകയാണ്, ഫേക്ക് അക്കൗണ്ടിലാണ് മെസ്സേജ് അയക്കുന്നത്, നിന്നെ തീർക്കും, നീ എന്തിനാണ് രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നത്, നീ എന്തിനാണ് കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നത്, നിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടാ, നിന്നെ ഞങ്ങൾക്ക് നേരിൽ കിട്ടിയാൽ നിന്നെ ഇല്ലാതാക്കും. അങ്ങനെയൊക്കെയാണ് സഖാക്കൾ പറഞ്ഞത്. നാണമുണ്ടോ? സഖാക്കളോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റ് ഞങ്ങൾ വിളിച്ച് പറയും. ഓക്കെ, അത് നിങ്ങൾ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു കാര്യവുമില്ല. എൻ്റെ ജീവൻ എത്ര കാലമുണ്ട് അത്രത്തോളം ഞാൻ പറയുക തന്നെ ചെയ്യും. എന്തിനാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേടും ഇത് നോക്കൂ. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് BJP-ക്ക് പോയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇല്ലാത്ത കാര്യമാണോ? അതിൻ്റെതായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൽ മത്സരിക്കുമോ എന്ന് കുറേ പേര്, ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും കുറേ മെസ്സേജ് വരുന്നുണ്ട്, കമൻറ്റ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ 2 കാര്യം പറയാം. ഓക്കെ, രാഹുലിൻ്റെ വഴിയിലുള്ളത്, ഒന്ന് സ്വതന്ത്രനായി മത്സരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാം, ഒരു പക്ഷേ മത്സരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൽ 90% രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് സാധ്യത. എന്നാൽ ഇന്നലെ ചെറിയൊരു ചർച്ച നടന്നു, രാഹുലിനെ എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിലെത്തിച്ച് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാമെന്ന്. കാരണം രാഹുൽ അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രാഹുൽ ജയിക്കും, അല്ലെങ്കിൽ BJP ജയിക്കും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് സീറ്റ് ഇല്ലാതാവും. അതുകൊണ്ട് VD സതീശൻ ഒന്നും കൂടി തീരുമാനമെടുത്ത് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നത് ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും. ഓക്കെ, പിന്നെ രാഹുൽ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ ശശി തരൂരും VD സതീശനും K മുരളീധരനൊക്കെ രാഹുലിൻ്റെ അടുത്ത് പോയി പറയണം, നീ ഇതിന് പിന്മാറണം, നിൻ്റെ കേസും കാര്യങ്ങളൊക്കെ സോൾവ് ആയി കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ പാർട്ടിയിലെടുക്കാം, അതിനുശേഷം വലിയ സ്ഥാനം തരാം. അങ്ങനെയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ പിന്മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് രാഹുൽ എന്തായാലും പാലക്കാടിൽ മത്സരിക്കണമെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, അപ്പോൾ ഏതായാലും തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.